നടക്കുന്നതൊക്കെ അമ്മ അറിയുന്നുണ്ട്. കപ്പൽ ദുരന്തം ഒരിക്കലില്ലാത്തതിന്റെ തൊട്ട് കൊടുങ്കാറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഹൃദയത്തിൽ തോന്നുന്ന ഓരോ വിപത്തുകളും എനിക്ക് പറയാൻ പറ്റുന്നു. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ സിദ്ധ, ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത്. ഒന്ന് ചെന്ന് കണ്ടേ സങ്കടം പറഞ്ഞു. എയർ ഇന്ത്യയിലെ ആൾക്കാരെ മുഴുവൻ കാരണം ഇല്ല എയർ ഇന്ത്യ എന്ന് പറഞ്ഞാലും അതിനും അകത്ത് എവിടെയോ ഒരു റോങ് ആയിട്ട് ഒരു ചെറിയ ഒരു പൊള്ളാച്ചിയിൽ ഏതോ സാമിയാർ അത്ര വരം കൊടുത്തിരിക്കുന്നത്. പൊള്ളാച്ചിയിലും പോണ്ടിച്ചേരിയിലും സാമിയാരും നല്ല നമ്പ്യാരെ സായിബാബയാന്ന് എനിക്ക് തോന്നണേ. ഒരാളെ മാത്രം രക്ഷപ്പെടുത്തി, ബാക്കി എല്ലാവരും അതാ പറഞ്ഞത്, എവിടെയോ ഒരു റോങ് ആയിട്ട് ഒരു ചെറിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. ആ ഒരാളിനെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോ അങ്ങനെയായിരിക്കും. ഭയങ്കരമായ ആള്. എങ്കിലും ലോകത്ത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ, ഇറാഖ് ഇസ്രായേൽ യുദ്ധം, അയ്യോ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇസ്രായേലിനെ ഞാൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി ആരാണെന്ന് എനിക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. അല്ല പ്രതിമ. അമ്മ വിചാരിച്ച യുദ്ധം നടന്ന് തീർപ്പാക്കാൻ പറ്റില്ല. കാരണം അവരുടെയൊക്കെ രീതിയും ഭാവങ്ങളും ഒക്കെ വേറെ. വേണമെങ്കിൽ മൊത്തത്തിൽ അവർ നശിച്ചു പോകാനുള്ള ഒരു അവസരം. അല്ല, അമ്മ കാരണം ഒരുപാട് കൊടുങ്കാറ്റുകൾ, വെള്ളപ്പൊക്കം എല്ലാം നിർത്തിയില്ലേ കേരളത്തില്, ഇല്ല? തീർച്ചയായിട്ടും എന്റെ പൊന്നെ സിദ്ധനാ, മഹാസിദ്ധൻ. അമ്മ അവതരിച്ചതിന് ശേഷം വെള്ളപ്പൊക്കം ആവട്ടെ, കേരളത്തിന് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഒരു പ്രശ്നവുമില്ല, അല്ലേ അമ്മേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. തിരുവനന്തപുരത്ത് ഒരു അപകടം വരാതിരിക്കട്ടെ, അത് വരാതിരിക്കട്ടെ. എന്താ പ്രശ്നം? ഒരു അപകട സൂചന. അപകട സൂചനയോ? അതെ. ക്ഷേത്രത്തിന് എന്തെങ്കിലും അപകടം വരുമോ ഇല്ലയോ എന്നുള്ളത് ക്ഷേത്രത്തെ പറ്റി പറഞ്ഞല്ലേ, നമ്മുടെ വായ കൊണ്ട് അറിയാൻ വന്നുപോയി. അതായിരിക്കും. നീ എന്താ ദിവാൻ അന്തം വിട്ടിരിക്കുന്നത്? അവിശ്വസനീയം അല്ലേ? ഭഗവാൻ എഴുന്നേറ്റ് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഞാനല്ലാതെ ഒരു ഭയങ്കരപ്പെട്ട കുറച്ചുകൂടി വിടർന്ന് വിരിഞ്ഞ് ഹൈറ്റും ഒക്കെ വന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല. മാറും, ആളങ്ങ് മാറും. ഞാൻ പോലും അറിയില്ല. അപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു. എന്താ നിനക്ക് കാണാമോ? പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനൊന്ന് ഭഗവാന്റെ മുന്നിൽ കേട്ടില്ലേ, സിനിമയിലൊക്കെ ഇങ്ങനത്തെ വേഷം കിട്ടുമ്പോ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ പറയുന്നത്. ഇനിയും നിനക്ക് കുറച്ചുകൂടെ മാറ്റം വരും, ഉറപ്പാ. അതിന് യാതൊരു സംശയമില്ല. ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും. എന്താ പിന്നെ ബാക്കി നാളെ വീശാൻ സമയമായിരിക്കണു. എന്താ തെക്കൻകാറ്റ് വീശാറായാ പിന്നെ ആയിക്കോട്ടെ.